ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാൻ മലബാർ മേഖലയിൽ ആരംഭിച്ച വ്യായാമ കൂട്ടായ്മയാണ് MEC7. 21 മിനിറ്റ് നീളുന്ന വ്യായാമ രീതിയാണിത്. സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന മലപ്പുറം സ്വദേശി ക്യാപ്റ്റൻ സഹാലുദ്ദീനാണ് ഈ വ്യായാമ രീതി പരിചയപ്പെടുത്തിയത്. 2022 ആരംഭിച്ച കൂട്ടായ്മ വടക്കൻ കേരളത്തിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു. നിലവിൽ 6000-ഓളം യൂണിറ്റുകളുണ്ട്. MEC7-നെതിരെ ആദ്യം ആരോപണം ഉന്നയിച്ചത് സമസ്ത AP വിഭാഗമാണ്. കൂട്ടായ്മയ്ക്ക് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്നും മുസ്ലിം വിഭാഗങ്ങളെ ഭിന്നിപ്പിക്കാനാണെന്നുമായിരുന്നു ആരോപണം. ഇതിനു പിന്നാലെയാണ് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനൻ വിവാദ പ്രസ്താവനയുമായി രംഗത്തെത്തിയത്. കൂട്ടായ്മയിൽ തീവ്രവാദ ശക്തികൾ നുഴഞ്ഞുകയറിയിട്ടുണ്ടെന്നും പോപ്പുലർ ഫ്രണ്ടിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും നേതാക്കളാണ് കൂട്ടായ്മയ്ക്ക് പിന്നിലെന്നുമാണ് P. മോഹനൻ ആരോപിക്കുന്നത്. MEC7 വാട്സാപ്പ് കൂട്ടായ്മയുടെ അഡ്മിൻ പോപ്പുലർ ഫ്രണ്ടുമായി അടുത്ത ബന്ധമുള്ളവരാണെന്നും CPM ജില്ലാ സെക്രട്ടറി ആരോപിച്ചു. അപ്പൊ നോക്കുമ്പോ രണ്ടാളെ പറ്റി അന്വേഷിച്ച് നോക്കുമ്പോ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകളാണ് ഇവരെഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നതാരാ? ജമാഅത്തെ ഇസ്ലാമി. എന്നിട്ട് പറയാ നിങ്ങൾ ഫീസൊന്നും വേണ്ട, പരിശീലിപ്പിക്കാൻ ആദ്യം കുറച്ചാൾ വരും, ബാക്കി പിന്നെ നിങ്ങളങ്ങ് നോക്കിയാൽ മതി. ഒരു 10 പൈസ ചെലവില്ല. തുറസായ സ്ഥലത്ത് ഒരു സ്ഥലത്ത് മാഷ് എന്താ ഏർപ്പാട്? അതെ, ജിമ്മും മറ്റതെല്ലായിട്ട് ഇവരെ ചെലവിൽ. സംഗതി എന്താണെന്നറിയോ? ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തിന് മറയിടാനുള്ള ഒരു പരിവേഷം ഉണ്ടാക്കലാണ്. തീവ്രവാദികളെയും കൂട്ടിയിട്ടുള്ള ഏർപ്പാടാണ് ഇതെല്ലാം. ഇങ്ങനെ നാനാഭാഗത്തു നിന്നും ഇത്തരം ശക്തികളെല്ലാം വരുന്നു. പിന്നെ ആരോപണം വലിയ രീതിയിൽ ചർച്ചയായതോടെ കൂടുതൽ പരസ്യ പ്രതികരണങ്ങളിലേക്ക് പോയാൽ തിരിച്ചടിയാകുമെന്നാണ് CPM വിലയിരുത്തൽ. അതേസമയം വിഷയം ഉയർത്തിക്കൊണ്ടുവരാനാണ് BJPയുടെ തീരുമാനം. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ സംശയാസ്പദമാണെന്ന് V. മുരളീധരൻ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി, SDPI, പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകൾ പിന്നിലുണ്ടെന്ന് സംശയിക്കാൻ നിരവധി കാരണങ്ങളുണ്ടെന്ന് V. മുരളീധരൻ പറഞ്ഞു. സംസ്ഥാന സർക്കാർ ജാഗ്രത പുലർത്തണം. പിന്നിൽ പ്രവർത്തിക്കുന്ന സംഘടനയെ തിരിച്ചറിഞ്ഞു വേണം ആളുകൾ ഇത്തരം പരിപാടികളിലേക്ക് പോകാനെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേന്ദ്ര ഇടപെടലിനെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ആ കാര്യം കേന്ദ്ര സർക്കാർ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് എനിക്കും കൃത്യമായിട്ട് ഞാൻ അന്വേഷിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ അറിവിൽ സംശയാസ്പദമായിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ നടക്കുന്നത്. അതിൻ്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും NDF-ഉം ഉൾപ്പെടെയുള്ള ശക്തികളുണ്ട് എന്ന് വിശ്വസിക്കാൻ മതിയായിട്ടുള്ള നിരവധി കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് സംസ്ഥാന സർക്കാരും ഒക്കെ ഈ കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കണം. അതേസമയം CPM ജില്ലാ സെക്രട്ടറിയുടെ ആരോപണത്തെ പൊതുമരാമത്ത് മന്ത്രിയുടെ കത്ത് കൊണ്ടാണ് MEC7 നേരിടുന്നത്. മുഹമ്മദ് റിയാസ് ആശംസ അറിയിച്ച് നൽകിയ കത്ത് അവർ പുറത്തുവിടുകയും ചെയ്തു. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.